Abstract algebra. Definition of group. In subgroup, some symbols. Addition. നമ്മൾ ഇനി അഡീഷൻ എന്ന സിമ്പിൾ യൂസ് ചെയ്യും. നമ്മൾ യൂഷ്വൽ അഡീഷന് മാത്രമല്ല കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഏത് ഓപ്പറേഷനെയും ഇപ്പോൾ നമ്മൾ ഇതുവരെ ഓപ്പറേഷനെ ഒരു ബൈനറി ഓപ്പറേഷനെ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളായിട്ട് അഡീഷൻ യൂസ് ചെയ്യും. നമ്മൾ സാധാരണ അഡീഷൻ ആവണമെന്നില്ല, അവിടെ ഓപ്പറേഷൻ ഏത് രീതി വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. അവിടെ സിമ്പിളായിട്ടാണ് അഡീഷൻ യൂസ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡോട്ട്. ഓപ്പറേഷൻസ് മേ ഓർ മേ നോട്ട് ബി കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതായോ ഏത് ഓപ്പറേഷനും ഡിനോട്ട് ചെയ്യാൻ ഡോട്ട് എന്ന സിമ്പിൾ യൂസ് ചെയ്യും. ഇപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റാർ യൂസ് ചെയ്ത് കൊടുത്ത് ഇനി ഡോട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് സിമ്പിളാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുക. ജനറലായിട്ട് തിയറി പറഞ്ഞു പോകുമ്പോൾ, ഗ്രൂപ്പിൻ്റെ തിയറി പറഞ്ഞു പോകുമ്പോൾ നമ്മൾ എ സ്റ്റാർ ബി എന്ന് ഡിനോട്ട് ചെയ്ത് കൊടുത്ത് ഇനി എ ബി എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് എ ഡോട്ട് ബി എന്ന മീനിങ് എ ബി എന്ന രീതിയിൽ കമ്മ്യൂട്ടേറ്റീവ് ബൈനറിയോ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ ആ ഒരു സിമ്പിളാണ് ഇനി യൂസ് ചെയ്യുക ജനറലായിട്ട് തിയറിയിൽ എപ്പോഴും. ദെൻ നമ്മൾ അഡീഷനാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളായിട്ട് അഡീഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളാണ് ഇനി സീറോ. ഇപ്പോൾ സീറോ എന്ന് പറയുന്നത് നമ്മുടെ സീറോ നമ്പർ അല്ല, അവിടുത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഏതാണോ അതിനെ ഡിനോട്ട് ചെയ്യുക. അതിനുള്ള സിമ്പിളായിട്ടാണ് സീറോ യൂസ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡോട്ടാണ് നമ്മൾ സിമ്പിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, തിയറി പറയുമ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയെ ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളായിരിക്കും ഇനി വണ്ണ്. വണ്ണെന്ന് വെച്ചാൽ അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ദെൻ അഡിറ്റീവ് ഇൻവേഴ്സ്, ഇപ്പോൾ അഡീഷനാണ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളാണ് മൈനസ് എ. ഇപ്പോൾ 2 ആണ്, നമ്മൾ സാധാരണ യൂഷ്വൽ അഡീഷൻ ആണെങ്കിൽ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -2. അപ്പം ഏതാണോ ഓപ്പറേഷൻ അവിടുത്തെ അഡിറ്റീവ് ഇൻവേഴ്സ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് മൈനസ് എ. ദെൻ നെക്സ്റ്റ് എ ഇൻവേഴ്സ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് സിമ്പിൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാനുള്ള സിമ്പിളായിട്ട് നമ്മൾ എ ഇൻവേഴ്സ് യൂസ് ചെയ്യും. അഗൈൻ എ റേസ് ടു എൻ. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ഓപ്പറേഷൻ എങ്കിൽ എ റേസ് ടു എൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എ റേസ് ടു എൻ എന്ന സിമ്പിൾ യൂസ് ചെയ്യുക. എ എക്സെട്ര എൻ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് എ റേസ് ടു എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഏതിന് നമ്പർ റേസ് ടു 0 1 എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എ റേസ് ടു 0 കൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുക. എ റേസ് ടു 0 എന്ന് പറഞ്ഞ മീനിങ് അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. എ റേസ് ടു -n എന്ന് പറയുന്നത് എ -n ടൈം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എ റേസ് ടു -n മീനിങ് ഇതാണ്, എ ഇൻവേഴ്സിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ഏതാണോ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളിനാണ് ഈ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുക. എയുടെ ഇൻവേഴ്സിനെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അഡീഷനാണ് ഓപ്പറേഷൻ എങ്കിൽ നമുക്ക് എൻ എന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യും. എൻ എ സിമ്പിളിൻ്റെ മീനിങ് ഇതാണ്, എ പ്ലസ് എക്സെട്ര എൻ ടൈംസ് അല്ലെങ്കിൽ എൻ സമ്മൺസ് എ ആഡ് ചെയ്യുക. ഇതാണ് എൻ എ കൊണ്ട് മീൻ ചെയ്യുക. അതുപോലെ 0 × എ റേസ് ടു 0ക്ക് പകരം അഡീഷണൽ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 0 × എ ഡിനോട്ട് ചെയ്യും. 0 × എ കൊണ്ട് മീൻ ചെയ്യുന്ന അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇ ആണ്. അവിടെ എ റേസ് ടു 0 ഐഡൻറ്റിറ്റി, മൾട്ടിപ്ലിക്കേഷൻ കേസിൽ എ റേസ് ടു 0 ഐഡൻറ്റിറ്റിയെ ഡിനോട്ട് ചെയ്ത പോലെ അഡീഷൻ ആണെങ്കിൽ 0 × എ ആണ് ഐഡൻറ്റിറ്റി ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുക. ഇനി -n എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ -n ടൈം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ -n ടൈം ആഡ് ചെയ്യുക. അതായത് എയുടെ അഡിറ്റീവ് ഇൻവേഴ്സിനെ n ടൈം ആഡ് ചെയ്യുക. അതാണ് -n കൊണ്ട് മീൻ ചെയ്യുക. നെക്സ്റ്റ് സബ് ഗ്രൂപ്പ്. എ സബ്സെറ്റ് H of a group G is closed under the binary operation of G, and if H with the induced operation from G is itself a group, then H is a subgroup of G. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സെറ്റ്, ആ സബ്സെറ്റ് ആ ഗ്രൂപ്പിലെ അതേ ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ഗ്രൂപ്പിലെ അതേ ഓപ്പറേഷൻ ഈ സബ്സെറ്റിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓപ്പറേഷൻ, ആ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ആ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റിൽ ക്ലോസ്ഡ് ആയിരിക്കണം. അതൊരു ദാറ്റ് മീൻസ് അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. ദെൻ എച്ചിൽ ഈ ഓപ്പറേഷൻ ഏത് ഓപ്പറേഷനാണോ ഓപ്പറേഷൻ എല്ലാ പ്രോപ്പർട്ടീസും ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ എച്ച് ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ആ കേസിൽ നമുക്ക് എച്ചിനെ ജിയുടെ സബ് ഗ്രൂപ്പ് എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം.
എക്സാമ്പിൾ ആർ അണ്ടർ അഡീഷൻ ഓക്കെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ അഡീഷൻ ഗ്രൂപ്പ് ആണെന്ന് അറിയാം. അതിൻ്റെ ഒരു സബ്സെറ്റ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് കൺസിഡർ ചെയ്യുക. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൽ അത് സെയിം ഓപ്പറേഷൻ അഡീഷൻ കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഇൻറ്റിജേഴ്സിലേക്ക് അഡീഷൻ ഇവിടെ റെഡ്യൂസ് ചെയ്തു. ദെൻ ആ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ അഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻറ്റിജേഴ്സിൽ ഒരു ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ അഡീഷന് ഇസഡ് ക്ലോസ്ഡ് ആണ്. അതായത് രണ്ട് ഇൻറ്റിജർ എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് ഇൻറ്റിജറിനായിട്ടും അഗെയിൻ നമ്മുടെ പ്രോപ്പർട്ടി ഗ്രൂപ്പിൻ്റെ ആക്സിയംസ് 3 ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഇസഡ് അണ്ടർ അഡീഷൻ ഇറ്റ് സെൽഫ് എ ഗ്രൂപ്പ്. സോ ഇസഡ് അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് ആർ അണ്ടർ അഡീഷൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. ദെൻ നൊട്ടേഷൻ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി അല്ലെങ്കിൽ ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. ഇത് രണ്ടും മീൻ ചെയ്യുന്നത് എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ്. ഓക്കെ, എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. Then h less than g or g greater than h. ഇത് മീൻ ചെയ്യുന്നത് h is a subgroup of g but h not equal to g. സബ്ഗ്രൂപ്പ് ആണ് പക്ഷേ ഈക്വൽ അല്ല. Again improper subgroup and proper subgroup. If g is a group then the subgroup consisting of g itself is the improper subgroup of g. ഏത് ഗ്രൂപ്പ് എടുത്താലും അതിനൊരു സബ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പാണ്. നമ്മൾ ഏത് സെറ്റ് എടുത്താലും ആ സെറ്റ് തന്നെ അതിൻ്റെ സബ്സെറ്റ് എന്ന് പറയുന്ന പോലെ ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ സബ് ഗ്രൂപ്പാണ്. ദാറ്റ് സബ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഓൾ അതർ സബ് ഗ്രൂപ്പ്സ് ആർ പ്രോപ്പർ സബ് ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പ് അല്ലാതെ ഇനി അതിന് വരുന്ന എല്ലാ സബ് ഗ്രൂപ്പുകളും ഇപ്പോൾ ആർ എൻ ട്രഡീഷൻ കൺസിഡർ ചെയ്താൽ ആർ എൻ ട്രഡീഷൻ തന്നെ അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്. സോ ദാറ്റ്സ് എ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ബാക്കി സബ് ഗ്രൂപ്പുകളെല്ലാം പ്രോപ്പർ സബ് ഗ്രൂപ്പ്സ്. ദെൻ ട്രിവിയൽ സബ് ഗ്രൂപ്പ് ആൻഡ് നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ഇത് സബ് ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി മാത്രം കൺസിഡർ ചെയ്താൽ 1 എലമെൻറ്റുള്ള ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി മാത്രം വരുന്നത്. അപ്പോൾ ഒരു സെറ്റിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം എടുത്ത് ദാറ്റ്സ് ഫ്രോം എ ഗ്രൂപ്പ്. ദാറ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ഓൾ അതർ സബ് ഗ്രൂപ്പ്സ് ആർ കോൾഡ് നോൺ ട്രിവിയൽ. ഇപ്പോൾ ആർ ട്രഡീഷൻ ആണെങ്കിൽ സെറ്റ് 0 മാത്രം കൺസിഡർ ചെയ്ത് ദാറ്റ്സ് എ സബ് ഗ്രൂപ്പ്. ദാറ്റ് സബ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ബാക്കി സബ് ഗ്രൂപ്പ്സ് എല്ലാം അതിൻ്റെ നോൺ ട്രിവിയൽ സബ് ഗ്രൂപ്പ്സ് ആണ്. എക്സാമ്പിൾ ആർ എൻ ട്രഡീഷൻ ഗ്രൂപ്പാണ്. ഇസഡ് എൻ ട്രഡീഷൻ സബ് ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അഗെയിൻ ആർ എൻ ട്രഡീഷൻ. ദെൻ ക്യൂ പ്ലസ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. നോക്കുക, ആറിൻ്റെ സബ്സെറ്റാണ് ക്യൂ പ്ലസ് ബട്ട് സെയിം ഓപ്പറേഷൻ അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് നോട്ട് എ ഗ്രൂപ്പ്. അഗെയിൻ ആർ എൻ അണ്ടർ അഡീഷൻ. ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് എൻ ടിപ്പിൾസിൻ്റെ കളക്ഷൻ x1 x2 etc. xn. ഓർഡേഡ് എൻ ടിപ്പിൾ x1 x2 etc. xn ഇതിലൊരു എലമെൻ്റ് ആണ്. അതുപോലെ ഓർഡേഡ് എൻ ടിപ്പിൾ x1 x2 etc. xn എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ വരുന്ന റിയൽ നമ്പേഴ്സ് എൻട്രീസ് ആയിട്ട് വരുന്ന ഓർഡേഡ് എൻ ടിപ്പിൾസ് എല്ലാമാണ് സെറ്റ് വരിക. ദെൻ അതിൻ്റെ ഒരു സബ്സെറ്റ് ഓർഡേഡ് എൻ ടിപ്പിൾസ് തന്നെ ഫസ്റ്റ് എൻട്രി 0 ആയിരിക്കണം. അങ്ങനെയുള്ള എൻ ടിപ്പിൾസിൻ്റെ കളക്ഷൻ മാത്രം എടുക്കുന്നു. സോ ഇതിൻ്റെ ഒരു സബ്സെറ്റാണ്. ദാറ്റ്സ് ഓൾസോ എ ഗ്രൂപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ അഡീഷനാണ് ഓപ്പറേഷൻ. അപ്പോൾ 2 എൻ ടിപ്പിൾ തന്നെ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, സെക്കൻഡ് കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യുക. നമ്മൾ സാധാരണ മെട്രിക്സ് അഡീഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എൻട്രീസ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ. ദെൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ആർ എൻ ഇതിൻ്റെ ഈ സബ്സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. ഫസ്റ്റ് എൻട്രി 0 വരുന്ന 2 എൻ ടിപ്പിൾ ആഡ് ചെയ്താൽ അഗെയിൻ ഫസ്റ്റ് എൻട്രി 0 വരുന്ന എൻ ടിപ്പിൾ തന്നെ കിട്ടുക. സോ ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൾ എൻട്രി 0. ഓർഡേഡ് എൻ ടിപ്പിളിൽ എല്ലാ എൻട്രീസും 0 വരുന്നത്. അതായിരിക്കും ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഏതെടുത്താലും നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ മതി. ദെൻ അഗെയിൻ ആർ പ്ലസ് അണ്ടർ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അതിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ചെക്ക് ചെയ്യാം. ദെൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു പോയത്. എവരി ഗ്രൂപ്പ് ജി ഹാസ് എ സബ് ഗ്രൂപ്പ് ജി ഇറ്റ് സെൽഫ് ആൻഡ് സെറ്റ് ഇ. ഏത് ഗ്രൂപ്പ് എടുത്താലും 2 സബ് ഗ്രൂപ്പ് നമുക്ക് പറയാം. ഒന്ന് ജി ഇറ്റ് സെൽഫ്, ജി തന്നെ ഒരു സബ് ഗ്രൂപ്പാണ്. അനദർ വൺ അവിടുത്തെ ഐഡൻറ്റിറ്റി മാത്രം എടുക്കുക. ഏത് ഗ്രൂപ്പ് ആയാലും അവിടെ ഐഡൻറ്റിറ്റി ഉണ്ട്. സോ ഐഡൻറ്റിറ്റി മാത്രം എടുത്താൽ ദാറ്റ്സ് അഗൈൻ എ സബ് ഗ്രൂപ്പ്. ഓക്കെ.